ലയൺസ് ഡിസ്ട്രിക്ട് 318ബിയുടെ വാർഷിക പദ്ധതിയായ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ ചെങ്ങന്നൂർ ലയൺസ് ക്ലബിന്റെയും ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318ബിയുടെ പരിധിയിൽ ഉൾപ്പെട്ട കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 39 സ്കൂളുകളിൽ നിന്നും 1600 സവിശേഷ വിദ്യാർത്ഥികൾ പങ്കെടുത്ത അറോറ 2024 കലാകായിക മത്സരങ്ങൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് കോശി പതാക ഉയർത്തുകയും തുടർന്ന് ലില്ലി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച സമ്മേളനം കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ശ്രീ SH പഞ്ചാബകേശൻ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ബാൻഡ് ഡിസ്പ്ലേയ്ക്കും കായിക മത്സരങ്ങൾക്കും ശേഷം വിവിധ കലാമത്സരങ്ങൾ 11 സ്റ്റേജുകളിലായി നടത്തുകയുണ്ടായി. ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ആസ്വദിക്കാൻ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ്, ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി വേണുകുമാർ, മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ രാജൻ ഡാനിയൽ, CP ജയകുമാർ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മാർട്ടിൻ ഫ്രാൻസിസ്, അറോറ ഡിസ്ട്രിക്ട് സെക്രട്ടറി സദാശിവൻ നായർ, ജനറൽ കൺവീനർ സജി എബ്രാഹിം സാമുവൽ, ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു, ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ബേബി, മറ്റ് ക്ലബ്ബുകളിൽ നിന്നുമുള്ള ലയൺ ലീഡേഴ്സ് എന്നിവരും പങ്കെടുത്തു. ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ടാണ് ഒരു ക്ഷമാപണത്തോടെ എല്ലാവരുടെയും പ്രസംഗം നമ്മൾ കൺഷോട്ട് ചെയ്യാറ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കൊണ്ട് താങ്ക്സിലേക്ക് നമ്മൾ മാറുന്നത്. കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് കൂടുതൽ സമയം ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു നമ്മുടെ ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു മെഗാ പ്രോജക്റ്റാണ് ശരിക്കും അറോറ എന്ന രീതിയിൽ നമ്മൾ ഈ വർഷം ഇതൊരു മഹാ അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇന്നിപ്പം അതിന്നൊക്കെ വ്യതിചരിക്കണം എന്നൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും കഴിഞ്ഞ തലമുറ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, അച്ഛനും അമ്മയും ഇന്നിപ്പോ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്രത്യേകതയുണ്ട്. അച്ഛനെയും അമ്മയെയും അനുസരിച്ച് ജീവിച്ച അവസാന തലമുറ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ 50 വയസ്സിലെത്തുന്ന ആൾക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മക്കളെ ആവശ്യമില്ലാതെ ആലോചിച്ച പുതിയ തലമുറയാണ്. മക്കളെ ആവശ്യമില്ലാതെ, അതുകൊണ്ടാണ് 2 വർഷത്തോളം 5 വർഷത്തോളം ഞാൻ പോക്സോ കോടതി ജഡ്ജിയായിരുന്നു. 5 വർഷത്തോളം കുറച്ചുനാളെ NDPS കോടതിയിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന പാടിപ്പോയ ജീവിതം, അത് ഞാൻ പറഞ്ഞത് നോർമൽ ആരാണെന്ന് സംശയമാണെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിന് നന്മയുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അംഗഭംഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിന് അബ്നോർമൽ അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത ആള് എന്നൊക്കെ ചിന്തിപ്പിടിക്കുന്നത് തെറ്റാണ്. മാനസികമായിട്ട് അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടെങ്കിൽ, മനുഷ്യന്റെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ആ മനുഷ്യനാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കേണ്ടത്. അപ്പോഴാണ് ഇക്വിറ്റി ഇക്വാളിറ്റി ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാന്യനായ ശ്രീ SH പഞ്ചാബകേശൻ അവർ നിയമരംഗത്ത് അർപ്പണബോധത്തോടെ സേവനമനുഷ്ഠിച്ചു വരുന്ന പ്രഗത്ഭനായ ഒരു നിയമജ്ഞനാണ്. സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും LLB-യും പിന്നീട് ചൈൽഡ്, അഡോളസെന്റ് ആൻഡ് ഫാമിലി കൗൺസിലിംഗിൽ ബിരുദാനന്തര ഡിപ്ലോമയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മുൻസിപ്പായി സേവനം തുടങ്ങി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയായി ഉയർന്നു. അവിടെ നിന്നും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളും അർപ്പണബോധവും കൊണ്ട്